നീ എന്തായി കാണിക്കുന്നത്? അത് പിന്നെ എനിക്ക് പറന്നു പോവാൻ പറ്റുന്നില്ല. ഓ, ഇതിലെന്താണ്ട് കോഴികൾ പറക്കും. സംശയമുണ്ടോ? അതിന് ഞാൻ ഇതുവരെ പറക്കാൻ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇപ്പൊ പ്രാക്ടീസ് ചെയ്തത് മറന്നുപോയി. അതൊന്നും കുഴപ്പമില്ല കൂട്ടുകാരാ, നമുക്ക് വേറെന്തെങ്കിലും വഴി കണ്ടുപിടിക്കാം. ആദ്യമായിട്ടാണ് എന്നെ ഒരാൾ ആശ്വസിപ്പിക്കുന്നത്. എനിക്കാണെങ്കിൽ അവരെ സഹായിക്കാനും കഴിയുന്നില്ല. എനിക്ക് ശരിക്കും കരുത്തിന് വരുന്നുണ്ട്. ഞങ്ങളെ സഹായിക്കാൻ കഴിയും ടാങ്കോ. നീ ഓരോ ഫയർ ഷോട്ട് അടിച്ച് മരങ്ങൾ കത്തിച്ചുകളാ. അടിപൊളി, ശരിയാവുന്നുണ്ട്. ഒന്നുകൂടി ശ്രമിച്ചു നോക്ക്. ഞാൻ എന്റെ കൂട്ടുകാർക്ക് ഒന്നും സംഭവിക്കാൻ സമ്മതിക്കില്ല. ടാങ്കോ, ഇതേ ദേഷ്യത്തില് നീ ആ മരത്തിലേക്കൊന്ന് ഊത്. എന്റെ കൂട്ടുകാരി പേടിക്കണ്ട. കണ്ടോ ടാങ്കോ, ഇവനൊരു തത്തയായിട്ട് പോലും തീ തുപ്പുന്നത് കണ്ടോ? നീ ആണെങ്കിൽ ഒരു ഡ്രാഗൺ അല്ലേ? കൊച്ചളിയ, ഇവനും തീ തുപ്പും. ഇവൻ ഒറിജിനൽ ഡ്രാഗൺ അല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇവനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. നീ എന്താ ഈ പറയുന്ന സോർദാർ? ടാങ്കോയ്ക്ക് വിഷമം വരും. എടാ, ഞാൻ ഇവനെ ചൂടാക്കുകയാണ്. ഇവന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവൻ തീ തുപ്പും. ആദ്യം എന്നോട് ഊതാൻ പറഞ്ഞു, പിന്നെ എന്നെ കളിയാക്കി. ഇപ്പതാ മുളക് തെറ്റിച്ചു. ഞാൻ പോവാണ്. എന്റെ അമ്മോ, ടാങ്കോ, നിന്റെ വായിന്ന് തീ വരുത്താൻ വേണ്ടി ഞങ്ങളൊന്ന് ശ്രമിച്ചതാണ്. എടാ, ഫയർ ഷോട്ട് നിന്റെ ബലമാണ് ടാങ്കോ. അപകട സാഹചര്യങ്ങളിൽ രക്ഷപ്പെടാൻ അത് നിന്നെ സഹായിക്കും. സംശയമുണ്ടോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് തീർത്ത് പനും താല്പര്യമില്ല. ഓക്കെ ഓക്കെ, സോറി. പക്ഷെ നീ പറഞ്ഞ സ്ഥലത്ത് ഞങ്ങളെ നേരം വെളുക്കുമ്പോ എത്തിക്കണം. ഞങ്ങള് താനേ പൊക്കോളാം. വരൂ, ഇനി നമുക്ക് എല്ലാവർക്കും കൂടി ഉറങ്ങാൻ പോവാം. എന്റെ അമ്മോ, എത്തിയെന്നല്ല, എല്ലാവരും ജീവനോട് കൂടി എത്തിയെന്ന് പറ. സംശയമുണ്ടോ? കൂട്ടുകാരെ, ഈ പാറയിടുക്കിലൂടെ നമുക്ക് അപ്പുറത്തെത്തണം. ഇല്ലെങ്കിൽ പാറയും മണ്ണും വീണ് ഇത് മൂടിപ്പോവും. വേഗം തിരിച്ചു പോ, പെട്ടെന്ന്. നമ്മൾ കുടുങ്ങി. ഞാൻ മുകളിലേക്ക് പോയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇനി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പേടിക്കണ്ട, കുറച്ച് കഴിഞ്ഞ് വെള്ളം മുകളിൽ വരെ എത്തും. വെള്ളം പൊങ്ങുമ്പോ നമുക്ക് അവിടുന്ന് രക്ഷപ്പെടാം. ഇതിപ്പോ തല മോട്ടർ അടിച്ചപ്പോ കല്ലുമഴ പെയ്തു എന്ന് പറഞ്ഞ പോലെ ആയിപ്പോ. അതെങ്ങനെയാ സംഭവിക്കുക? നിന്റെ തലങ്ങ മുട്ടടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കോമഡി ആയിരിക്കും. ഇടക്കരുതേ, അവൻ പറഞ്ഞത് നമുക്ക് ഇരട്ടി പണിയായെന്നാണ്. നീന്തിയില്ലെങ്കിൽ നമ്മൾ വെള്ളത്തിലേക്ക് താഴും. പക്ഷെ എത്ര നേരം വെച്ചാൽ നമ്മൾ നീന്തുക? എടാ, കണ്ണും കാലും തരിച്ച് എന്താടാ നോക്കുന്നത്? ഇതൊരു വലിയ ട്രാക്കാണ്. ഹായ്. അല്ല കൊച്ചളിയ, ഇവൻ സ്വയം ഒരു പേടിത്തൊണ്ടനാണെന്നാ തോന്നുന്നേ. കണ്ടിട്ടൊരു പാവാണെന്നാ തോന്നുന്നത്. അതെ, ഇവ ശരിക്കും പേടിച്ചിരിക്കുക, നമ്മളെ പോലെ തന്നെ. കൊച്ചളിയ, ഇവൻ പേടിക്കുവാണോ അതോ പേടിപ്പിക്കുവാണോ? നിങ്ങൾ ഇങ്ങനെ പേടിപ്പിച്ചു കഴിഞ്ഞാ ഞാൻ പേടിക്കാതിരിക്കോ? ഞാൻ ഒറ്റക്കായതുകൊണ്ട് എല്ലാരും എന്നെ പേടിപ്പിക്കാറുണ്ട്. അയ്യോ, നീ പേടിക്കണ്ട, ഞങ്ങളില്ലേ. അതെ, പക്ഷെ നമ്മളിപ്പോ എവിടെയാണ്? ഡ്രാഗൺ ചേട്ടാ, ഞങ്ങളിപ്പോ എവിടെയാ? അത് പിന്നെ മലകൾക്കടുത്തുള്ള കാട്ടിലാണ് നമ്മൾ. ഈ മലകളുടെ തൊട്ടടുത്താണ് എന്റെ ഗുഹ. അതിനിപ്പോ അവിടം വരെ നമ്മളെങ്ങനെ പോവുക? അളിയ, നമ്മുടെ കൂടെ നമ്മുടെ കൂട്ടുകാരനില്ലേ? കൂട്ടുകാരനോ? അതെ, എന്തു പറ്റി? നിനക്ക് ഞങ്ങളോട് കൂട്ടുകൂടാൻ താല്പര്യമില്ലേ? സാധാരണ എല്ലാരും എന്നെ കളിയാക്കാറാണ് പതിവ്. ആരും എന്നെ കൂടെ കൂട്ടാറില്ല. പക്ഷെ നീയാണെങ്കിൽ വളരെ നല്ലവനാണല്ലോ. എന്നിട്ട് നിന്നോട് ആരാ കൂട്ടുകൂടാത്തത്?
അതെനിക്കറിയില്ല, പക്ഷെ ആരും എന്നെ കൂടെ കൂട്ടാറേ ഇല്ല. എന്നാ ഞങ്ങള് കൂടെ കൂട്ടാം. ഞാൻ ബണ്ണി, ഇത് ഹണി, ഇത് പോപ്പർ, ഇത് സോർദാർ. അല്ല നിന്റെ പേരെന്താ? എന്റെ പേര് ഡാങ്കോ. ഞങ്ങള് കാഠ്മണ്ഡുവിലാ താമസിക്കുന്നത്. പേര് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു രോഗമായിരിക്കും. അയ്യോ. ലാങ്കോ, എന്റെ പൊന്നനിയ, നീ നിന്റെ സൈസ് നോക്കി ഒളിക്ക്. കൊച്ചളിയ എന്തുമാത്രം പാടുപെട്ട് നമ്മൾ ഈ വിറക് കൂട്ടി വെച്ചത്. ഇവനത് പറപ്പിച്ചു. എന്റെ ഹണി, ഞാനിത് തീ പിടിപ്പിക്കാൻ വേണ്ടിയാ ഇവനോട് ഊതാൻ പറഞ്ഞത്. എന്റെ വായിന്ന് തീ വരില്ല, പുകയും കാറ്റും ഒക്കെ വരുള്ളൂ. എടാ, നീ സത്യത്തിൽ ഡ്രാഗൺ ആണോ അതോ അല്ലേ? ഓ, ഈ തത്ത ഇടക്കിടക്ക് എന്നിട്ട് കളിയാക്കുന്നുണ്ട്. ഞാൻ നിന്നെ കളിയാക്കിയതൊന്നുമല്ല. സംശയമുണ്ടോ? ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല. ഡ്രാഗൺസ് വളരെ പവർഫുൾ ആണെന്നാ. സംശയമുണ്ടോ? ഇവന്റെ ശക്തിയെ കുറിച്ച് അറിയില്ലെന്നാ തോന്നുന്നേ. ഇവന് വിൽ പവറിന്റെ കുറവുണ്ട്. ടാങ്കോ, ഒരു ഡ്രാഗന്റെ ഏറ്റവും വലിയ തിരിച്ചറിവ് ഒരു ഫയർ ഷോട്ടാണ്. പ്രൊഫസർ ബണ്ണി, നമുക്ക് ക്ലാസ് ഒക്കെ പിന്നീട് എടുക്കാം. ആദ്യം നമുക്ക് തീ കത്തിക്കാനുള്ള വഴി നോക്കാം. നിന്റെ കയ്യിൽ ഒരു കാറില്ലേ? അയ്യോ ഇല്ല ഇല്ല, എന്റെ കയ്യിൽ സ്പോർട്സ് ബൈക്കാ ഉള്ളത്. അത് ബൈക്കല്ല, നിന്റെ നാശത്തിന് കാരണമാകാൻ പോകുന്ന ഒരു വസ്തുവാണ്. എനിക്കിപ്പോ നിന്റെ ഭാവിയിൽ ഒരു അപകടം കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ണടച്ചു പിടിച്ചിട്ട് നോക്കൂ. നീ ഇപ്പോ ഒരു ഹൈവേയിലാണ്. നീ നല്ല സ്പീഡിൽ ബൈക്ക് ഓടിച്ചു പൊക്കൊണ്ടിരിക്കുകയാണ്. ബൈക്കിന്റെ ബ്രേക്ക് പോയിരിക്കുകയാണ്. മുമ്പിലൂടെ ഒരു ട്രക്ക് അതാ വരുന്നുണ്ട്. അത് ട്രക്കല്ല, ചെകുത്താനാണ്. വേണ്ട, ഉം? രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ. ആ ബൈക്ക് സാറിന് തന്നെ തന്നേക്കാം. വേണ്ട, നിന്റെ ആ ബൈക്ക് എനിക്കും ഒരു ഭാരമാണ്. എല്ലാം ഒരു മായയാണ്. ആ? ആ? ഇദ്ദേഹത്തിന് കൊടുക്കൂ. ഇദ്ദേഹം വണ്ടിയില്ലാതെ ദിവസവും നടന്നാണ് പോകുന്നത്. ഇതിലൂടെ അദ്ദേഹത്തിന് ഒരു ആശ്വാസവും കിട്ടും, നിനക്ക് പുണ്യവും കിട്ടും. ആ? നന്നായിരിക്കട്ടെ. വണ്ടിയുടെ താക്കോൽ ഇദ്ദേഹത്തിന് കൊടുക്കൂ. കൂട്ടുകാരെ, ഈ ആസ്ട്രോളജർ മൈൻഡ് ഗെയിമാ കളിക്കുന്നത്. ഇയാൾ മനസ്സുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ജനങ്ങളെ അവരിലൂടെ കാണിച്ചു കൊടുക്കുന്നത്. ഇവിടെ വരൂ. നിങ്ങൾ പരിധി എന്ന പുഴയും താണ്ടി പോവുകയാണ്. ലിമിറ്റ് എന്ന ബൗണ്ടറിയും കടന്നു പോവുകയാണ്. നന്മയുള്ള ആളിന്റെ നല്ല മനസ്സിനെ തിന്മയുള്ള കണ്ണുകൾ കൊണ്ട് കണ്ട് അയാളെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണ്. അങ്ങോട്ട് പോകൂ. ഈ ഹാളിൽ നിന്ന് പുറത്തെത്തുന്നവരെ നിങ്ങൾ വേഗം അങ്ങോട്ട് പോകൂ. തൽക്കാലം ഈ 500 പിടിക്ക്. നാളെ രാവിലെ വീണ്ടും അഭിനയിക്കാൻ എത്തണം, കേട്ടോ? നായർ, യുവർ ഫയർ. ഞാൻ പറഞ്ഞില്ലേ, ഇയാള് തട്ടിപ്പുകാരന്. എല്ലാവരും ചേർന്നുള്ള കളിയാ. സത്യത്തിൽ ഈ ലക്ഷ്മിയുടെ സ്കാർ കണ്ടപ്പോ എനിക്ക് ആശ്ചര്യമാണ് തോന്നുന്നത്. ഇതിൽ നിന്ന് പോകാൻ തോന്നുന്നില്ല. മുഖത്ത് വെള്ളം ഒഴിക്കുന്നു, എന്നിട്ട് വീണ്ടും പൗഡർ പൂശുന്നു. നമുക്ക് ഇയാൾ കള്ളനാണെന്നാണ് തെളിയിക്കേണ്ടത്, അല്ലെങ്കിൽ മുള്ളാണോ എടുക്കേണ്ടത്? രണ്ടും. നമുക്ക് ഇയാളിൽ നിന്ന് ഈ നാടിനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കള്ളത്തരമൊക്കെ നമ്മൾ ചെയ്യേണ്ടതല്ലേ? എന്റെ കൂട്ടുകാരെ, ആ ലൈല മജ്നു ഏതോ പെയിന്റിംഗ് മോഷ്ടിച്ചിട്ടുണ്ട്. 2 പെയിന്റിംഗ്സ് ഉണ്ട്. ആയിക്കോട്ടെ, പക്ഷെ എനിക്കാകെ ഒരു പെയിന്റിംഗ് മതി, അതും ഞാൻ വരച്ചത്. ഞാനിപ്പോ ഹണിയോടൊപ്പം പോവുകയാണ്. നിങ്ങൾ ആ ലൈല മജ്നുവിനെ പിടിക്ക്, എന്നിട്ട് ആ രണ്ടാമത്തെ പെയിന്റിംഗ് കൊണ്ടുവാ. ഇവരെന്റെ പെയിന്റിംഗ് എടുത്തോണ്ട് വന്നതേ മ്യൂസിയത്തിൽ വെക്കാൻ വേണ്ടിട്ടാ. പോപ്പട്ടെ, നമ്മൾ ഇവരെ സംശയിക്കുകയല്ല, സഹായിക്കുകയോ വേണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. മോഷ്ടിച്ച പെയിന്റിംഗ് വിൽക്കാൻ വേണ്ടി ആയിരിക്കും കൊണ്ടുവന്നത്. അകത്ത് എന്ന് അതിന്റെ മുതലാളിക്ക് 2 കൊടുക്കേണ്ടി വരുമെന്നാ എനിക്ക് തോന്നുന്നത്. സംശയമുണ്ടോ? നിങ്ങൾ രണ്ടുപേരും എന്തായി കാണിക്കുന്നത്? സാർ, വളരെ കഷ്ടപ്പെട്ട ഞങ്ങൾ ആ കള്ളന്മാരുടെ കയ്യിൽ നിന്ന് പെയിന്റിംഗ് എടുത്തത്. നിങ്ങൾ എന്തിനാണ് ഈ ഓടുന്നത്? അയ്യോ സാറേ, ഇതാ കള്ളന്മാരാ. ഇവരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ഈ പെയിന്റിംഗ് എടുത്തത്. ഇവർ ഞങ്ങളെ പിന്തുടരുകയായിരുന്നു. എടാ വിട്ടികളെ, കള്ളന്മാർ അവരാണ്. പിന്നെ നിങ്ങൾ എന്തിനാണ് ഓടി രക്ഷപ്പെടുന്നത്? ശരിയാണല്ലോ, അത് ഞങ്ങൾ ആലോചിച്ചു. ഞങ്ങളുടെ മ്യൂസിയത്തിലെ പെയിന്റിങ്ങോ? ഞങ്ങൾ ഈ പെയിന്റിങ്ങിനെ രക്ഷിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ആ, നിങ്ങൾ പോലീസിനെ വിളിച്ചോ? അത് ഹണിക്ക് വേണ്ടിയല്ല, ദാ യുവമാർക്ക് വേണ്ടിയാ. ഈ രണ്ടാമത്തെ പെയിന്റിംഗ് ആരുടേതാണ്?
നന്നായിരിക്കുന്നു, വളരെ നന്നായിരിക്കുന്നു. തനിക്ക് തന്റെ സ്വന്തം പെയിന്റിംഗ് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? എന്റെ പെയിന്റിംഗ് ദാ ഇതാണ്. അക്കടെ വെക്ക, അക്കടെ വെക്കാടേ. ഇതെന്ത് മായയാണ്. സത്യത്തിൽ നിങ്ങളുടെ കയ്യിലുള്ള ഈ പെയിന്റിംഗ് എന്റെ വെല്ലുവിളിയും വരച്ചതാണ്. പക്ഷെ അത് എങ്ങനെയാണ് നിങ്ങളുടെ സെയിം പെയിന്റിംഗ് പോലെ ആയതെന്ന് അറിയില്ല. പിന്നെ ഈ പെയിന്റിംഗ് ഉണ്ടല്ലോ, അത് നിങ്ങളുടേതാണ്. ഈ പെയിന്റിംഗ് ആണ് ഇവർ മോഷ്ടിച്ചത്. എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. സത്യത്തിൽ ഞാൻ സ്വന്തമെന്ന് കരുതിയ ഈ പെയിന്റിംഗ് ഇതെന്റേതല്ല. എന്നാൽ എന്റെ പെയിന്റിംഗ് കണ്ടപ്പോ എന്റേതാണെന്ന് എനിക്ക് തോന്നിയതേ ഇല്ല. അതുപോലെ നിങ്ങളുടെ പെയിന്റിംഗ് നിങ്ങളുടേതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. പക്ഷെ എനിക്ക് തോന്നിയത് അത് എന്റേതാണെന്ന്. പക്ഷെ അതിന്റെ അടുത്തിരുന്ന പെയിന്റിംഗ് എന്റേതാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ പെയിന്റിംഗ് അത് എന്റേതായിരുന്നില്ല. ഞാൻ മനസ്സിലാക്കിയതുണ്ടല്ലോ, അത് ഞാൻ മനസ്സിലാക്കാത്തതായിരുന്നു. അല്ല, സത്യത്തിൽ ഞാൻ എന്താണ് ഈ പറയുന്നത്? കൺഫ്യൂഷൻ ആവേണ്ട ഒരാവശ്യമില്ല. ഇതാണ് നിങ്ങളുടെ പെയിന്റിംഗ്. ഇതാണ് നിങ്ങളുടെ പെയിന്റിംഗ് മോഷ്ടിച്ച കള്ളന്മാർ. പക്ഷേ സാർ, സാറിന് വേണമെന്നുണ്ടെങ്കിൽ എന്റെ പെയിന്റിംഗും ഈ ആർട്ട് ഗാലറിയിൽ വെക്കാവുന്നതാണ്. ഇന്നായില്ലെങ്കിൽ എന്താ പ്രശ്നം? നാളെ അല്ലെങ്കിൽ മറ്റന്നാള് ഞാൻ അറിയപ്പെടുന്ന ഒരു പെയിന്ററായി മാറും. കൂട്ടുകാരെ, നല്ല കാലാവസ്ഥയാന്ന് പറഞ്ഞ ട്രക്കിങ്ങിന് ഇറങ്ങിയത്. ഇത് പിന്നെ പെട്ടെന്ന് എന്താ ഈ കാലാവസ്ഥ മാറിയത്? ഇതിപ്പോ മഴ പെയ്യുമെന്നാ തോന്നുന്നത്. സംശയമുണ്ടോ? അയ്യോ, പോപ്പട്ടെ, നിന്റെ പ്രവചനം സത്യമായല്ലോ. നിനക്ക് കാലാവസ്ഥ പ്രവചന കേന്ദ്രത്തിൽ ജോലി നോക്കട്ടെ. അയ്യോ, അയ്യോ. കാറ്റ് വളരെ ശക്തമാണ്. ഒരാൾ മറ്റൊരാളുടെ കൈ പിടിക്കേ, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും പറന്നു പോകും. ആ മരത്തിനടുത്തേക്ക് പോകാം. ആ മരക്കൊമ്പ് പിടിച്ച് നമുക്ക് രക്ഷപ്പെടാം. പിടിവിടല്ലേ, നമ്മളെല്ലാരും കൊക്കയിലേക്ക് വീണ് പോകും കൂട്ടുകാരെ. ഉരുൾ പൊട്ടുന്നതാണോ അല്ലെങ്കിൽ മരം പൊട്ടുന്നതാണോ? എന്റെ അമ്മച്ചിയാണ് സത്യം. ഈ മരത്തിൽ നിന്ന് പിടിവിടാൻ പറ്റിയെങ്കിൽ ഇവന്റെ കരണക്കുറ്റി ഞാൻ പാടിച്ച് പൊട്ടിച്ചേനെ. ഇല്ല. എന്ത് പറ്റി സാർ? ഡിഞ്ചക 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 ജാ. ഇനി നിങ്ങളോടൊക്കെ ഞാൻ എന്താ പറയാ? സാർ, പക്ഷെ എന്താ സംഭവിച്ചത്? ജിഞ്ചിക്ക് 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 ജാ. മ്യൂസിയത്തിലെ പെയിന്റിംഗ് മോഷണം പോയി. അപ്പോഴാ തന്റെ ചോദ്യം എന്താ സംഭവിച്ചതെന്ന്. ഏത് പെയിന്റിംഗാ സാറേ? ടിക് 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 ടിക്. നമ്മുടെ മ്യൂസിയത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഇവിടെ മുന്നിൽ വെച്ചിരുന്ന പെയിന്റിംഗ് ആണ്. അയ്യോ, നമ്മുടെ മാസ്റ്റർ പീസോ? അതെങ്ങനെയാ മോഷണം പോയത്? കണ്ടില്ലെന്ന് സെക്യൂരിറ്റി നിങ്ങളല്ലേ? എന്നിട്ട് ഞാൻ പറയണോ മാസ്റ്റർ പീസ് എങ്ങനെയാ മോഷണം പോയെന്ന്? കഴിഞ്ഞ രാത്രിയാണ് എനിക്ക് മനസ്സിലായത് ഞാനൊരു പെയിന്റർ ആണെന്ന്. ആഹാ, അത് ശരി. അതെങ്ങനെയാ? കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ ഭക്ഷണം കഴിക്കുമ്പോ ഭക്ഷണത്തിൽ എരിവ് കുറച്ച് കൂടുതലായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനൊരു പെയിന്റർ ആണെന്ന്. ഓ, എടാ, ഭക്ഷണത്തിന് എരിവ് കൂടിയതും പെയിന്റർ ആണെന്നുള്ള തിരിച്ചറിവും തമ്മിൽ എന്താടാ ബന്ധം? മാരെ കഴുത. കാരണം അതിൽ എരിവ് കൂടുതലായിരുന്നില്ലേ, അതുകൊണ്ട് ഞാൻ അതിൽ എന്നാ കാണിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല അതിൽ നിന്നൊരു പ്രത്യേക മ്യൂസിക്കാ പുറത്തു വന്നത്. എങ്കിൽ നിനക്ക് അതിൽ നിന്ന് മ്യൂസിഷ്യൻ ആവാനുള്ള തോന്നലല്ലേ വരേണ്ടത്. ഓ, അത് ശരി. അപ്പൊ എനിക്കെന്തുകൊണ്ട് ഞാനൊരു പെയിന്റർ ആണെന്ന് തോന്നിയത്? ഞങ്ങൾക്ക് മനസ്സിലായി നീ ഒരു പെയിന്റർ ആണെന്ന്. അടിക്കുന്നതാണെങ്കിൽ പെയിന്റ് അല്ല, ബ്ലണ്ടറാ, ബ്ലണ്ടർ. വൗ, ഇതാണ് എന്റെ മാസ്റ്റർ പീസ്. എവിടെ? അയ്യോ, അല്ല, ഇതാരാണ്? ആഹാ, കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. എന്താ ഭംഗി, വളരെ അത്ഭുതമായിരിക്കുന്നു. ഹണി, ഇത് ലോകത്തിന് തന്നെ ഷെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആ, അതൊരു നല്ല ഐഡിയ ആണ്. അല്ല, അതെങ്ങനെ ഷെയർ ചെയ്യാ? മ്യൂസിയത്തിൽ കൊണ്ടുപോയി വെക്ക്. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവും ഇത് ബണ്ണിയുടെ പടമാണെന്ന്. അത് പിന്നെ വേണ്ട വേണ്ട, മ്യൂസിയത്തിലേക്ക് ആര് പോവാനാ? വല്യളിയാ, നീ ഇതങ്ങ് അപ്ലോഡ് ചെയ്യേ. ആ, ഏറ്റവും നല്ലത് ഈ ബണിയുടെ ഐഡിയ തന്നെയാണ്. ലൈക്സും കിട്ടും, പിന്നെ എന്റെ ഈ കലാപരമായ കഴിവ് ഫേമസ് ആവുകയും ചെയ്യും.
ദാ നോക്കിയേ, ഞാൻ എന്റെ ഫോട്ടോ പബ്ലിക്കിന് കാണാനായി അപ്ലോഡ്. ലൈഫ് ഈസ് ലൈഫ് മ്യൂസിക്. ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. ആസ്വദിക്കൂ, സന്തോഷമായിരിക്കൂ, എൻജോയ് ചെയ്യൂ. ആപ്പിൾ എങ്ങനെ കുത്തിവെച്ചിരുന്നെങ്കിൽ അത് കേടായി പോയേനെ. എന്തായാലും ഈ സൂചിയോട് ചേരുന്നത് ഈ നൂല് തന്നെയാണ്. കുത്തിവെച്ചിരുന്നെങ്കിൽ അത് കേടായി പോയേനെ. റോക്ക് ദ വാൽ, റോക്ക് ദ വാൽ. ഇതാ പിടിച്ചോളൂ എന്റെ എല്ലാ സ്വർണങ്ങളും. എല്ലാ പ്രോപ്പർട്ടികളും നിങ്ങളെ ട്രസ്റ്റിന്റെ പേരിൽ ആക്കിയിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് വളരെ ശരിയാണ്. എല്ലാം മായയാണ്. അല്ല, ഇത് ഞാൻ പറയാറുള്ളതല്ലേ? നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞാൻ രക്തങ്ങളുടെ വ്യാപാരം തുടങ്ങി. ഞാൻ കോടീശ്വരനായി മാറി. ആഹാ, നീ എപ്പോഴാ കോടീശ്വരനായേ? ഇന്നലെ 100 രൂപ എന്നോട് ചോദിച്ചല്ലോ. ഈ 4 ഫ്രണ്ട്സ് തട്ടിപ്പുകാരാണ്. നിങ്ങൾ എല്ലാവരെയും ഇവർ വെട്ടികളാക്കുകയാണ്. ഇവിടെ വരൂ. ഞങ്ങൾ നിങ്ങളുടെ സംസാരം എന്ന പാത്രത്തിൽ വിശ്വാസം എന്ന ചപ്പാത്തി എങ്ങനെയാണ് കഴിക്കുന്നത്? 4 ഫ്രണ്ട്സ് ഇതുവരെ ജനങ്ങൾക്ക് നല്ലത് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അല്ല, എനിക്ക് ഇയാളെ നന്നായിട്ട് അറിയാവുന്നതാണ്. ഇയാൾ അങ്ങനെ കോടീശ്വരനൊന്നുമല്ല. അത് ശരി, ഞാൻ കോടീശ്വരനെന്ന് ഞാനല്ലേ പറഞ്ഞത്? അപ്പൊ ആണ്. എനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നവനല്ലേ നീ? അപ്പൊ നീ ആരാന്ന് എനിക്കറിയില്ലേ? ബോസ് പറയുന്നത് ശരിയാണ്. ഇയാൾ 4 ഫ്രണ്ട്സിന്റെ കൂടെ ചേർന്ന് നിങ്ങളെ പറ്റിക്കുകയാണ്. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? കാരണം ഇയാൾ ഇന്നലെ വരെ ബോസിന്റെ കൂടെ ചേർന്ന് നിങ്ങളെല്ലാരും പറ്റിക്കുകയായിരുന്നു. ഇത് ഡ്രൈവർലെസ് കാറാണ്. അതായത് ഈ ബുദ്ധിയില്ലാതെ അല്ലേ ചലിക്കുന്നത്. അതുപോലെ തന്നെ ഈ എല്ലാം മായയാണ്. എല്ലാം മായല്ല, ഞാൻ ഹണിയാണ്. ഹണി എന്ന് പറഞ്ഞാൽ എന്താണ്? തേൻ. അത് തേനീച്ചകൾ അവരുടെ കൂട്ടിൽ സംഭരിച്ചു വെക്കുന്നു, പക്ഷേ കഴിക്കാൻ സാധിക്കാറില്ല. ആ കൂടാണെങ്കിൽ തേനെടുക്കാൻ വരുന്നവർ പൊളിച്ചെടുക്കും, പക്ഷെ അവർക്കും കഴിക്കാൻ പറ്റാറില്ല. കാരണം അത് വിറ്റ് അവർക്ക് കാശുണ്ടാക്കണം. ആർക്കൊക്കെ എന്താണോ ആവശ്യമുള്ളത് അതൊന്നും അവർക്ക് കിട്ടാറില്ല. കാരണം എല്ലാം മായയാണ്. ഇതെന്ത് ആസ്ട്രോളജറാണ്? ഷൂസ്, തൊപ്പി വിചിത്രമായിരിക്കുന്നല്ലേ? അദ്ദേഹം ഇങ്ങനെയാണ്. മോട്ടിവേഷൻ സ്പീക്കറുമാണ്, പിന്നെ ആസ്ട്രോളജറുമാണ്. എല്ലാമുണ്ട്, പക്ഷേ ദുഃഖത്തിലാണ്. ഒരുപാട് സ്വർണമുണ്ട്, പക്ഷെ സമ്പത്തുണ്ടായിട്ടും സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റാറില്ല. സ്വർണം കൊടുത്തു കഴിഞ്ഞാൽ സമാധാനമായിട്ട് കിടന്നുറങ്ങാം. എല്ലാം മായയാണ്. അഴിച്ചെടുക്കൂ, എല്ലാം അഴിച്ചെടുക്കൂ. പക്ഷേ ഇതൊക്കെ വളരെ വിലയുള്ളതാണ്. കഴുത്തിലെ ഭാരം മനസ്സിലേക്ക് വരികയാണ്. മനസ്സിന്റെ ഭാരം എനിക്ക് തന്നേക്കൂ, എനിക്ക് തന്നേക്കൂ. അഴിച്ചു തരൂ. ഇതാ. ഓ, നല്ല ഭാരമുണ്ട് ഇതിന്. എനിക്ക് പോലും ഇത് എടുത്തു പൊക്കാൻ കഴിയുന്നില്ല. ഇതാ പെങ്ങളെ, അവരുടെ ഭാരം ഇനി നീ എടുത്തോളൂ. സാർ, കള്ളനത്ര ബുദ്ധിയൊന്നുമില്ല. മോഷ്ടിച്ചിട്ട് ആ ഫോട്ടോ ഇന്റർനെറ്റിലിട്ടു. എന്നിട്ട് എഴുതിയിരിക്കുന്നു അത് അവന്റെ പെയിന്റിംഗ് ആണെന്ന്. നോക്കട്ടെ അവൻ ആരാണെന്ന്. ഈ കാണുന്നത് എന്റെ പെയിന്റിംഗ് തന്നെയാണല്ലോ. എത്രയും പെട്ടെന്ന് എന്റെ പെയിന്റിംഗ് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോവാ. കൊച്ചളിയ, അയാള് കൊച്ചളിന്റെ പെയിന്റിംഗ് എടുത്തോണ്ട് ഓടി. വേറെ ഏതെങ്കിലും പെയിന്റിംഗ് ആണെങ്കിൽ പോലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അയാള് കൊണ്ടുപോയത് നിന്റെ പെയിന്റിംഗ് കൊച്ചളിയ. അതെന്റെ ഹൃദയത്തിൽ നിന്ന് വരച്ചെടുത്തതാ കൊച്ചളിയ. അതെന്റെ മനസ്സിന് ഒരുപാട് ഇഷ്ടപ്പെട്ട പെയിന്റിംഗ് ആയിരുന്നു. ഹണി, നീ എന്നെ ആകെ ഇമോഷണൽ ആക്കി കളഞ്ഞല്ലോ. ടെൻഷൻ അടിക്കണ്ട, നമ്മൾ ആ പെയിന്റിംഗ് ഉറപ്പായി തിരിച്ചു പിടിച്ചിരിക്കും. വേഗം വാ. ദാ പോകുന്നു. ഹണിയെയും പണിയെയും നമ്മളെ പിടിക്കാൻ ഏൽപ്പിച്ചിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു കാരണവശാലും നമ്മൾ അവരുടെ കയ്യിൽ പെടില്ല. ഒരിക്കലും പെടില്ല. എന്റെ പൊന്നളിയാ, ഈ വണ്ടി സ്പീഡിൽ ഓടിക്കൂല ഭായ്. ലൈലയല്ല, ഞാനാ. വണ്ടി കാലിയാണ്. അവർ ആ പെയിന്റിംഗുമായി ഇതിൽ നിന്നിറങ്ങി ഓടി. ഏതെങ്കിലും ആൾക്കൂട്ടത്തിൽ ഒളിച്ചു കാണും. ശ്രദ്ധിച്ചു നോക്കൂ കൂട്ടുകാരെ. ദാ പോകുന്നു.
ലൈല മജ്നു. ആ